എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് നിന്നും രമേശ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. സർ, ഓണവും ഓണാഘോഷങ്ങളും ഹൈന്ദവീയമാണോ? ഇതാണ് ചോദ്യം. ഇവിടെ ആഘോഷങ്ങൾ, ഓണാഘോഷം എന്ന് പറയുന്നത് ദേശത്തിൻ്റെ ആഘോഷമായിട്ടാണ്. പണ്ടുകാലങ്ങളിലിവിടെ സനാതനധർമ്മ വിശ്വാസികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇന്ന് ഹിന്ദുമതം എന്ന പേരിൽ അറിയപ്പെടുന്നവർ. ശരിക്കും അതൊരു മതമൊന്നുമല്ല, ഒരു സംസ്കാരമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദേശത്തിന് ഒരു സാംസ്കാരിക പൈതൃകമുണ്ട്. രാമായണം, മഹാഭാരതം എന്നീ 2 ഇതിഹാസങ്ങൾ, 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, 108 ഉപനിഷത്തുക്കൾ, 4 വേദങ്ങൾ, ഇതൊക്കെയാണ് സനാതനധർമ്മത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലെ കൃതികൾ. അതിനനുസരിച്ച്, അതിലെ കഥകളനുസരിച്ച് ഓരോ ദേശത്തും ഓരോ ആഘോഷങ്ങളെല്ലാം ഉണ്ട്. ഭാരതീയ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് ആഘോഷം എടുക്കാനും ഒരു മടിയുമില്ല. കാരണം സർവ്വ സ്വാതന്ത്ര്യമാണ് ഉള്ളത്. നിനക്ക് ഭക്തിയുണ്ടോ എന്നാരും ചോദിക്കില്ല. നീ നിരീശ്വരവാദിയാണോ എന്നാരും ചോദിക്കില്ല. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ക്ഷേത്രത്തിൽ പോകാം, പോകാതിരിക്കാം. എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പോകുന്നത് എന്നും ചോദിക്കുന്നില്ല. ക്ഷേത്രത്തിൽ പോയില്ല എന്ന കാരണത്താൽ അയാൾക്ക് ഭക്തിയില്ല എന്ന് പറയാൻ പറ്റില്ല. പോയി എന്ന കാരണത്താൽ അയാൾക്ക് ഭക്തി ഉണ്ട് എന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയിരിക്കുന്നു. പിന്നെ ആഘോഷം, ജീവിതത്തിൽ ആഘോഷിക്കണം ഓരോന്നും. സത്യസന്ധമായൊരു ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. ആ ജീവിതത്തിലെ സുഖഭോഗങ്ങൾ കഴിയുന്നതും ധാർമ്മികമായിട്ടും സത്യസന്ധമായിട്ടും ആഘോഷിക്കുക. ഇപ്പോൾ വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ സഞ്ചാരം അത് കണ്ടാൽ അറിയാം. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ച വൈകുന്നേരം വരെ ആഘോഷിക്കുക. പിന്നെ ഞായറാഴ്ച വൈകുന്നേരമായ പിറ്റേ ദിവസം ജോലിക്ക് പോകാനുള്ള തത്രപ്പാടിലാണ്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആഘോഷങ്ങളുടെ 2 ദിവസം ആഘോഷങ്ങളുടെ ഒരു നിര തന്നെയാണ്. കാരണം അവർക്ക് ആ 2 ദിവസമാണ് ഇവരുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ നൽകുന്നത്, ജോലി എടുക്കാനും ഒക്കെ. അപ്പോൾ ജീവിതം ആഘോഷമാക്കുക എന്നുള്ളത് ലോകത്തിലെ എല്ലായിടത്തുമുള്ള ഒരു സംഭവമാണ്. ഇതെല്ലാവരും കാണുന്നുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് ഈ ഓണാഘോഷത്തിൽ മുസ്ലിം പെൺകുട്ടികൾ പങ്കെടുത്തതിനെക്കുറിച്ച് പല പരാതികളും വരുന്നുണ്ട്. പക്ഷെ കാലത്തിൻ്റെ മാറ്റത്തിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ഓരോ കാലഘട്ടം വരുമ്പോഴും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ആഘോഷിക്കാനോ ക്രിസ്തുമസ് ആഘോഷിക്കാനോ ഒരു മടിയുമില്ല. എത്രയോ വീടുകളിൽ ക്രിസ്തുമസ് സ്റ്റാർ തൂക്കാറുണ്ട്. എൻ്റെ വീട്ടിലും തൂക്കിയിരുന്നു. മുമ്പ് കുട്ടികളായിരുന്ന സമയത്ത് കുട്ടികൾ പറയും സ്റ്റാർ വേണം, ശരി തൂക്കിക്കോ. സ്റ്റാർ വാങ്ങിച്ച് തൂക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ വളർന്നു വലുതായി. അപ്പോൾ അവർക്ക് അതിനോട് താല്പര്യമില്ല എന്ന് വിചാരിച്ചാൽ അത് വേണ്ട എന്നുള്ളതല്ല. ഈ സ്റ്റാർ തൂക്കുന്നതിൽ എന്താ കാര്യം? മനുഷ്യ സ്നേഹം, എല്ലാവരെയും ജാതി മതങ്ങളൊന്നും നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം. മനസ്സിലായില്ലേ? അതാണ് വേണ്ടത്. കുട്ടിക്കാലത്ത് നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും, വലുതാവുമ്പോൾ അതൊന്നും ഉണ്ടാവില്ലല്ലോ, അല്ലേ? അല്ലാതെ ഒന്നും നിഷിദ്ധമാണ് ഒന്നുമല്ല. ഇവിടെ സർവ്വജനങ്ങളും സർവ്വമതവിഭാഗത്തിൽപ്പെട്ടവരും ജാതി വിഭാഗത്തിൽപ്പെട്ടവരും ജീവിക്കുന്നുണ്ട്. അവരെ എല്ലാം അംഗീകരിക്കുക, അവരുടെ ആഘോഷങ്ങളിലൊക്കെ നമ്മൾ പങ്കുകൊള്ളുക. പണ്ട് കാലങ്ങളിൽ ഈ മലനിവാസികളുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഉത്സവങ്ങളിലൊന്നും ഈ വരേണ്യവർഗ്ഗക്കാരൊന്നും പങ്കെടുത്തിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ലല്ലോ, പങ്കെടുക്കുന്നുണ്ട്, എല്ലാമുണ്ട്.
ഒരു കാലത്ത് ഈ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവർ മാത്രമേ ക്ഷേത്രങ്ങളിൽ പൂജിക്കാൻ പാടുള്ളൂ എന്നുള്ളതുണ്ടായിരുന്നു. ഇപ്പോഴും പരാതികളുണ്ട്. പക്ഷേ ധാരാളം ക്ഷേത്രങ്ങളിൽ ഈഴവ സമുദായത്തിൽപ്പെട്ടവരും വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവരും ഒക്കെ പൂജിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഇപ്പോഴും ബ്രാഹ്മണർക്ക് മാത്രമേ പാടുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എത്രയോ ക്ഷേത്രങ്ങളിൽ, എനിക്കറിയാവുന്ന 2-3 ക്ഷേത്രങ്ങൾ ഇവിടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അവിടെയൊക്കെ പണ്ട് കാലങ്ങളിൽ ബ്രാഹ്മണർ മാത്രം, ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവർ മാത്രം പൂജിച്ചിരുന്ന ക്ഷേത്രമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അവിടെ ഈഴവ സമുദായക്കാരുണ്ട്, വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവരുണ്ട്, അവരൊക്കെ പൂജിക്കുന്നുണ്ട്. അപ്പം മാറ്റം വരുന്നു. ഈ മാറ്റത്തെ സമൂഹം ഉൾക്കൊള്ളുന്നുണ്ട്. എതിർപ്പുകൾ ഉണ്ടാവും, പക്ഷെ പതുക്കെ 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 എതിർപ്പുകൾ ഇല്ലാതായി അതങ്ങ് മാറി. കാരണം തലമുറ മാറും തോറും അത് മാറിക്കൊണ്ടിരിക്കും. ഈ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ഉൾക്കൊള്ളാതിരുന്നിട്ട് കാര്യമില്ല. കാരണം മാറിക്കൊണ്ടേയിരിക്കും. അതിൽ ധാർമ്മികവും സത്യസന്ധവുമായ കാര്യങ്ങൾ മാറ്റമുണ്ടാവില്ല. ബാക്കിയുള്ള ആചാരങ്ങളൊക്കെ മാറും. മാറിയേ തീരൂ, അല്ലെങ്കിൽ കാലം മാറ്റും. ഇതാണുള്ളത്. പിന്നെ പറയാനുള്ളത്, ഒരു തെളിവുമില്ലാത്ത സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള പ്രസ്താവനകൾ വിഡ്ഢിത്തം എന്നല്ലാതെ ഒന്നും പറയാനില്ല. സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെയാണ്, നമ്മുടെ മനസ്സിലാണ് സ്വർഗവും നരകവും ഒക്കെ ഉള്ളത്. ഹൈന്ദവ പുരാണങ്ങളും സ്വർഗത്തെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷെ ആ സ്വർഗം അതല്ല. എവിടെ നിന്നാണോ നമ്മൾ വന്നത് അവിടേക്കുള്ള തിരിച്ചു പോക്കാണ്. പുനർജന്മമില്ലാത്ത അവസ്ഥ, ബ്രഹ്മലയനം എന്നൊക്കെ പറയും. അതാണ് ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്ന സ്വർഗം എന്ന് പറയുന്നത്. പിന്നെ സ്വർഗലോകമുണ്ട്. അത് 14 ലോകങ്ങളെപ്പറ്റി പറയുന്നു. അതിനൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള വിലയിരുത്തലുകളും ഉണ്ട്. ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഭൂമിയെ, സൂര്യനെ ചുറ്റുന്ന ഭൂമി, ഈ ഭൂമിയിൽ ജനങ്ങൾ ജീവിക്കുന്നു. എന്നാൽ ഈ ബ്രഹ്മാണ്ടത്തിൽ ഈ ഇന്ന് നമ്മൾ കാണുന്ന സൂര്യനേക്കാൾ എത്രയോ വലിയ സൂര്യന്മാരുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സൂര്യന്മാരെയൊക്കെ ചുറ്റുന്ന ഭൂമി മാതിരിയുള്ള ഗ്രഹങ്ങളും ഉണ്ടാകണ്ടേ? അവിടെയും നമ്മളെക്കാൾ കഴിവുള്ള വ്യക്തികൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയുണ്ട്. ഒരു പക്ഷേ നമ്മുടെ 365 ദിവസം അല്ലെങ്കിൽ 365 വർഷം കൂടുമ്പോഴാണ് ആ സൂര്യനെ അവിടുത്തെ ഗ്രഹം ചുറ്റുന്നതെങ്കിൽ എന്തായി? അവരെയാണ് ദേവന്മാർ എന്ന് പറയുന്നത് എന്ന് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? നമ്മുടെ 365 വർഷമാണ് അവരുടെ ഒരു വർഷം എന്നാണ് പറയുന്നത്. നമ്മുടെ ഭൂമിക്ക് 365 ദിവസം കൊണ്ട് സൂര്യനെ ചുറ്റാൻ കഴിയുന്നു. പക്ഷേ അവിടുത്തെ സൂര്യനെ അവിടുത്തെ ഗ്രഹത്തിന് ചുറ്റണമെങ്കിൽ 365 വർഷം വേണമെങ്കിലോ, നമ്മുടെ വർഷം അവർക്ക് വേണമെങ്കിലോ, ഒരു പക്ഷേ അത് ദേവലോകം ആയിട്ട് അങ്ങനെ ആയിരിക്കാം ചിത്രീകരിച്ചിട്ടുള്ളത്. അതിനൊന്നും തെളിവൊന്നുമില്ല, നമുക്ക് ഊഹിക്കാം എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കൺമുന്നിലുള്ള ഈ ജീവിതത്തിലെ സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ മനസ്സിലാണ് സൃഷ്ടിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ സാംസ്കാരിക തലത്തിലുള്ളതാണ്, വിവിധ തരത്തിലുള്ളതാണ്. ഇപ്പം എല്ലാവരും ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. അത് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് നിരോധിച്ചാൽ നിൽക്കില്ല. കാരണം തലമുറകൾ മാറി. പലരും ചിന്തിക്കുന്നത് ഇപ്പോൾ ഈ ഭാരതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഹൈന്ദവ സമൂഹമാണ്. സ്വതന്ത്രമായിട്ട് പങ്കെടുക്കുന്നു. എന്തുകൊണ്ട് നമുക്കും അതേമാതിരി സ്വതന്ത്രമായിക്കൂടാന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം എന്താണ്? ആഘോഷിക്കണം ജീവിതം. സംസാര സാഗരം എന്ന് പറഞ്ഞ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് വിഷമങ്ങളും ഉള്ള നമ്മുടെ ജീവിതത്തിനിടയിൽ ആഘോഷിക്കാൻ കിട്ടിയ ഒരവസരം എന്തിനു നശിപ്പിക്കണം എന്ന് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. അപ്പം ഇത് മതപരമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല, നാടിൻ്റെ സാംസ്കാരിക ഭാവമാണത്. പിന്നെ ഒരു കാലത്ത് ഇവിടെ ഹൈന്ദവ സമൂഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാരണത്താൽ ഇത് ഹിന്ദുക്കളുടെ ആചാരമാണെന്ന് പറയാൻ പറ്റില്ല.
കാരണം ഹൈന്ദവ സമൂഹമാണെങ്കിലും അതിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ശൈവ മതക്കാരുണ്ടായിരുന്നു, വൈഷ്ണവ മതക്കാരുണ്ടായിരുന്നു, ശാക്തേയ മതക്കാരുണ്ടായിരുന്നു, ഗാണപത്യ മതക്കാരുണ്ടായിരുന്നു, കാർത്തികേയ മതക്കാരുണ്ടായിരുന്നു. അവരും തന്നെ അവരവരുടേതായ ആഘോഷങ്ങളാണ് നടത്തിയിരുന്നത്. വൈഷ്ണവ ഭക്തന്മാർ വൈഷ്ണവമായ കാര്യങ്ങൾ ആചരിച്ചിരുന്നു. ശൈവഭക്തന്മാർ ശൈവികമായിട്ടുള്ള കാര്യങ്ങൾ ആചരിച്ചിരുന്നു. ഇങ്ങനെ ഓരോ മതവിഭാഗക്കാരും അവരുടേതായ കാര്യങ്ങൾ ആചരിച്ചിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വൈഷ്ണവമെന്നോ ശൈവമെന്നോ ശാക്തേയമെന്നോ ഒന്നും ഇല്ല. വൈഷ്ണവ മതത്തിൻ്റെ പ്രതീകമായിട്ടുള്ള തിരുവോണം നമ്മൾ ആഘോഷിക്കുന്നു, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു, ശൈവമതത്തിൻ്റെ ശിവരാത്രി നമ്മൾ ആഘോഷിക്കുന്നു, തിരുവാതിര നമ്മൾ ആഘോഷിക്കുന്നു, ശാക്തേയ മതത്തിൻ്റെ ഈ വിദ്യാരംഭം നവരാത്രിക്കാലം നമ്മൾ ആഘോഷിക്കുന്നു, കാർത്തിക വിളക്ക് നമ്മൾ ആഘോഷിക്കുന്നു, ഗാണപത്യ മതത്തിൻ്റെ പ്രതീകമായ വിനായക ചതുർത്ഥി നമ്മൾ ആഘോഷിക്കുന്നു, കാർത്തികേയ മതത്തിൻ്റെ പ്രതീകമായ തൈപ്പൂയം നമ്മൾ ആഘോഷിക്കുന്നു. ഇപ്പം അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. ഇത് കാലം മാറിക്കൊണ്ടേയിരിക്കും. ആ കാലത്തിൻ്റെ മാറ്റത്തിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമല്ല, അത് മാറിക്കൊണ്ടിരിക്കും. അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള കാര്യം. നന്ദി, നമസ്കാരം.